എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ബാലകൃഷ്ണപിള്ള ചേട്ടൻ്റെ അടുത്താണ്. ബാലകൃഷ്ണപിള്ള ചേട്ടന് തോട്ടുപുളി സംസ്കരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നാടൻ രീതിയിൽ തോട്ടുപുളി എങ്ങനെ സംസ്കരിക്കാം. അപ്പോൾ അദ്ദേഹം എത്ര വർഷം വേണമല്ലോ അതിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേട്ടറിഞ്ഞാണ് ഈ തോട്ടുപുളി. ഒരുപാട് പേര് തോട്ടുപുളി സംസ്കരിക്കുന്നുണ്ട്, പക്ഷേ ചേട്ടനൊരു പ്രത്യേക രീതിയിലാണ് സംസ്കരിക്കുന്നത്. അതിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകുന്നില്ല. ഒരുപാട് ആൾക്കാർ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തോട്ടുപുളി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പോയവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, ഇല്ലേ ചേട്ടാ? അതിന്റെ കാരണം അപ്പൊ ഈ തോട്ടുപുളി എങ്ങനെ സംസ്കരിക്കാമെന്നൊക്കെ ഉള്ളത് നമുക്ക് വിശദമായിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാവർക്കും ഉപകാരപ്പെടണം. അപ്പം എല്ലാ വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് ബാലകൃഷ്ണപിള്ള എന്നാണ്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. വളരെ നേരത്തെ മുതലേ എനിക്ക് കൃഷിയാണ്. വേറെ മറ്റ് ഗവൺമെൻറ് ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വാഴക്കൊല, അതായത് ഏത്തവാഴ, പിന്നെ പച്ചക്കറി കൃഷി, പിന്നെ പുളിയുണ്ട്, തോട്ടുപുളി എന്ന് പറയും. അത് നേരത്തെയൊക്കെ ആവശ്യം പോലെ പുളി, ഇപ്പോഴും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പുളിയുണ്ട്. പുളി രാവിലെ ആകുമ്പോൾ വീണ് കഴിയുമ്പോൾ ഞാനത് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് പെറുക്കി അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകും. ഈ പുളിക്ക് 30 വർഷം പഴക്കമുള്ളൂ. ഒരു വർഷം ഏതാണ്ട് ഒരു 35 കിലോ പുളി, 40 കിലോ പുളിയൊക്കെ കിട്ടും ഉണക്കിയെടുക്കുമ്പോൾ. കിലോയ്ക്ക് ഇപ്പോൾ 250 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. അവിടുന്ന് മരത്തിന്റെ ചുവട്ടിൽ പെറുക്കിക്കൊണ്ടാണ് ഇത്. പെറുക്കി കൊണ്ടുവന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് കഴുകും. കാരണം ഇതിൽ അപ്പടി മണ്ണൊക്കെ ഇരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇത് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് പൊട്ടിക്കാം. അങ്ങനെ കുറച്ചിട്ട് വലുതായിട്ട് പൊട്ടിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നെറ്റിനകത്ത് ഇടുമ്പോൾ ഇത് ചോർന്ന് താഴെ വീഴും. ഇതിന്റെ ഇതിനകത്തിരിക്കുന്ന ഇത് കഴിക്കാൻ കൊള്ളാം. അത് കഴിക്കേണ്ടുന്നവര് കഴിക്കും. മിക്കവാറും ആൾക്കാരൊക്കെ കഴിക്കാറുണ്ട്. കഴിക്കാൻ നല്ല മധുരം. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് അതെ, തോട് മാത്രം എടുക്കും. മറ്റേ അരി എടുക്കത്തില്ലല്ലോ, അരി വേണ്ട. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്തോട്ട് വെച്ചൊന്ന് ചെറുതായിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒന്ന് തോർത്തും. ഇങ്ങനെ പൊട്ടിക്കണം ഇതില്ലേ? അതെ, ഇങ്ങനെ പൊട്ടിച്ച് നല്ലപോലെ ഇതിനകവും കഴുകണം, അല്ലേ? നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഇടുക. അതെ. ഇനി നമുക്ക് ഇതിന് അടുത്ത പ്രോസസ്സിങ് എന്തുവാണെന്ന് കാണാം. ഉണങ്ങാനിടുവാണല്ലയോ? അതെ, ഇത് ഉണക്കും. എന്താ വെച്ചാൽ ഇതിന്റെ വെള്ളം ചോർന്ന് പോയതിന് ശേഷം പിന്നീട് അല്ലാതെ ഉണക്കും. ഇതിപ്പോ തൽക്കാലം വെയിലത്തിട്ട് ഉണക്കും. ഇതിപ്പോ തൽക്കാലം ഇത് വെയിലത്തിടുക. അതെ, ഇട്ടിട്ട് നല്ല രീതിയിൽ ഉണങ്ങണം, ഇല്ലേ? അങ്ങനെ ഉണങ്ങണ്ട, എത്രത്തോളം വെയിൽ കിട്ടുമോ അത്രയും ഉണക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ മഴക്കാലത്താണ് ഇത് കിട്ടുന്നത്. അടുത്ത ഘട്ടം നമുക്ക് അടുത്തത് വീട്ടിനകത്തില്ല. എന്നിട്ട് വെള്ളം തോർന്നിട്ട് ഈ പുളി കൊണ്ടുവന്ന് ഈ നെറ്റിനകത്ത്, അതായത് അടുപ്പിന്റെ മുകളിലുള്ള പാദത്തല്, ഈ നെറ്റിനകത്തിൽ അങ്ങോട്ട് വെതറിയിട്ട് കഴിഞ്ഞിട്ട് അടുപ്പിൽ തീ കത്തിക്കും. തീയുടെ പുകയും ചൂടും കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാമാന്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു 3 ദിവസം കൊണ്ട് പുളി ഉണങ്ങി കിട്ടും. എന്നിട്ട് ഈ പുളി പിന്നെ ഒരു 3 ദിവസം ഉണക്കി കഴിയുമ്പോൾ അതിഞ്ഞ് വാരിയിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ പുളി ഒന്നിച്ച് വെച്ചിരുന്നിട്ട് ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് എപ്പോഴായാലും തന്നെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പിന്നീട് ഇത് പ്രോസസ്സ് ചെയ്യണം. പുളി ഉണങ്ങിയത് ആ പരണമ്മേന്ന്, അതായത് ചേരേന്ന് വാരിതാ ഇങ്ങനെ ഇരിക്കും. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങി ഇതിന്റെ ജലാംശം മൊത്തം പോയെങ്കിൽ മാത്രമേ പുളി ഇരിക്കത്തുള്ളൂ. കറുപ്പ് നിറം വരുന്നേ? അങ്ങനെ അല്ല, കറുപ്പ് നിറം വരുന്നത് ചേര കിടക്കുന്നതുകൊണ്ടാണ്. അതായത് അടുപ്പിന്റെ മുകളിൽ ആയതുകൊണ്ട് മാത്രമാണ് കറുപ്പ് നിറം വരുന്നത്. അല്ലെങ്കിൽ ഇതിന് ഈ പൊകാറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പൊകാറ. എന്നിട്ട് ഈ സാധനം ഇതിലേക്ക് കുറച്ച് വാരി, ഇത് നമ്മൾ സൈഡിൽ ചിരണ്ടി എടുക്കാം. അതായത് ചൂല് വെച്ച് തൂത്ത് മുറത്തിലൂടെ ഇട്ടിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ കരടൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് അത് ഈ വെള്ളത്തിന്റെ കൂടെ ഇത് കലക്കും. ആ വെള്ളം ഇതുമേ കുടഞ്ഞിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് പെരട്ടിയിട്ട് ഒരു കൂടുതൽ പുളി ഉള്ളപ്പോൾ ഒരു ചാക്കിനകത്തിൽ ഇതൊക്കെ ചാക്കിനകത്ത് വാരിയിട്ട് നന്നായിട്ട് മുറുക്കെ കെട്ടി ഒരു 2 ദിവസം ഇതിന്റെ വെള്ളം കംപ്ലീറ്റ്, വെള്ളത്തിന്റെ അംശം അങ്ങ് പോകും. പോയിട്ട് ഈ പുളി തോർന്ന് കിട്ടും. ആ സമയത്ത് ഇത് വീണ്ടും കുടഞ്ഞിട്ടിട്ട് ഉണക്കിയ പുളിയാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ നല്ലപോലെ തിരുമ്പണം, അല്ലേ? അതെ, നല്ലപോലെ ഇത് എല്ലാ ഭാഗത്തും എല്ലാ പുളിയിലും പിടിക്കണം.
ആ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം. അതെ, നല്ല വെളിച്ചെണ്ണ. ആ. ഞാൻ സാധാരണ കേരയുടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നല്ലപോലെ തിരുമണം അല്ലേ? തിരുമണം നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കണം. ഇതിന്റെ ഈ കറുപ്പ് നിറം പോവില്ല അല്ലേ? ഇല്ല, പോകത്തില്ല. ഇതിങ്ങനെ സംസ്കരിച്ച് ഇതിനെയും വീണ്ടും ഉണക്കുവോ? അല്ല, കൂടുതൽ നനവുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉണക്കും. അതല്ല, ഒരു മിനിമം നനവേ ഉള്ളെങ്കിൽ ഉണക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ കെട്ടി വെച്ചേക്കും. ഇത് ഈ വെള്ളം കുറെ, ഈ എണ്ണയുടെ അംശം കുറേശ്ശെ ഈ പുളിയെ പിടിക്കും. നല്ല നല്ല സ്മെല്ല് ഇതിന് കേട്ടോ. ഉണക്കഴിഞ്ഞാല് എത്ര നാൾ വേണമല്ലോ ഇങ്ങനെ? എത്ര നാൾ വേണം? ഒരു 3-4 വർഷമൊക്കെ ഇരിക്കും. എന്നിട്ട് എത്രയും പുളി പഴകുന്നതാണ് കുറെ കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതായത് ഒരു കിലോ മീനിന് ഇതേലത്തെ ഒരു 3 പീസ്, അല്ലെങ്കിൽ മാക്സിമം ഒരു പുളി 2 കഷ്ണമോ 3 കഷ്ണമായിട്ടുണ്ടോ ഉണ്ടാവും. ആ ഒരു പുളിയുടെ 4 പീസ് കൂടുതൽ വേണ്ടി വരത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയും നഷ്ടപ്പെട്ടു പോകത്തില്ല, നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ ഈ പുളി മൊത്തത്തിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 വർഷമൊക്കെ ഇതേപോലെ ഇരിക്കും, ഒരു കുഴപ്പം പറ്റില്ല. അതാണ് ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ. അതെ, ഈ വർഷം വാങ്ങിക്കുന്നവർ തന്നെ അടുത്ത വർഷം വീണ്ടും വാങ്ങിക്കും. എന്നിട്ട് പുളിയുടെ സീസൺ ആകുമ്പോൾ അവർ വിളിച്ച് ചോദിക്കും, നമ്മൾ ഉണ്ട് ആയി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവരൊന്ന് വാങ്ങിച്ചോണ്ട് നോക്കണം. നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സാണ്, അവരങ്ങനെ ഒന്ന് വാങ്ങിക്കാണ്. ഇപ്പോഴേ വിളിച്ചോ ചോദിച്ചോണ്ടിരിക്കുക പുളി ആയോന്ന് ചോദിക്കും. അത് ഓരോരുത്തർക്കും ഒരു വർഷത്തേക്ക് എത്ര വേണ്ടി വരുമോ അവർ അത്രത്തോളം പുളി ഒന്ന് ചെക്ക് വാങ്ങിച്ചു. അങ്ങനെയാണ്. വിശ്വാസ്യതയാണ്, ഗുണമേന്മയും. അതെ, അത് രണ്ടും.